CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 7 മരണം. ഇന്നു മാത്രം 3 കുട്ടികളാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ അതത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത മഴയിൽ ഗുരുവായൂർ മേഖലയിൽ ശക്തമായ വെള്ളക്കെട്ട്. 100ഓളം കടകളിലും നിരവധി വീടുകളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നാശനഷ്ടം. നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ തുടരുന്ന കനത്ത മഴയിൽ ചാവക്കാട് നഗരവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. ഗതാഗതവും ജനജീവിതവും തടസ്സപ്പെട്ടു. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വൻ നാശനഷ്ടം സംഭവിച്ചു. ഗുരുവായൂർ നെന്മിനിയിൽ 2 കാറുകൾ നിയന്ത്രണം വിട്ട് ഒഴുകിപ്പോയി. ഒരു കാർ ഫയർഫോഴ്സ് എത്തി കരയ്ക്ക് കയറ്റി. ചൊവ്വലോർപ്പടിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കുറുക്കുവഴി തേടിയ 2 കാറുകളാണ് വെള്ളത്തിൽ ഒലിച്ചുപോയത്. ഗുരുവായൂർ തൊഴിയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. തൊഴിയൂർ 1000 കണ്ണി ഉന്നതിയിൽ ചട്ടിക്കൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. ശബ്ദം കേട്ട വീട്ടുകാർ ഉറക്കമുണർന്ന് പുറത്തേക്കോടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. പഴഞ്ഞിയിൽ മരം വീണ് വീട് തകർന്നു. CCTVയുടെ പഴഞ്ഞി മൗര്യ കേബിൾ വിഷൻ ജീവനക്കാരൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന കരിപ്പാലപ്പറമ്പിൽ KK മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. വീടിനകത്ത് മണികണ്ഠന്റെ കുടുംബമുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എളവള്ളി പഞ്ചായത്തിലെ മമ്മായി മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയത്. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കനത്ത മഴയെ തുടർന്ന് ചങ്ങരംകുളം ടൗൺ സെന്ററിൽ മതിൽ തകർന്നു വീണു. സമീപത്തെ കടയുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർന്നു. അപകട സമയം ബസ് സ്റ്റോപ്പിലോ സമീപ പ്രദേശത്തോ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. കാട്ടകമ്പാൽ ചിറയൻകാട് വെളിയത്ത് റോഡിൽ തെങ്ങ് കടപുഴകി ഇലക്ട്രിക് കമ്പിയിൽ വീണ് പോസ്റ്റ് തകർന്നു. തലനാരിഴയ്ക്കാണ് വൻദുരന്തം ഒഴിവായത്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി കുന്നംകുളം CCTV MPLS സേവന പ്രഖ്യാപനവും തിരുവോണ സമ്മാനോത്സവം 2026 ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് തല്ലിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സോഷ്യൽ സയൻസ് അധ്യാപകൻ KS മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തത്. പ്രസിദ്ധമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവർക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഔഷധം നൽകിക്കൊണ്ട് ഔഷധ സേവയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 18 ഗജവീരന്മാർ പങ്കെടുത്തു. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികന് പരിക്ക്. മന്നലങ്ങുന്ന് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള പിന്റുവിനാണ് പരിക്കുപറ്റിയത്. കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം 129ാം ബൂത്ത് പ്രസിഡന്റായിരുന്ന പൊന്നൻ ഔഷാദിന്റെ 7ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചരിത്രപ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പിനും വിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കം. കടങ്ങോട് കറുതക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമം, പ്രത്യക്ഷ ഗജപൂജ എന്നിവയും നടന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ആത്മാ പദ്ധതിയുടെ ഭാഗമായി 2 ദിവസങ്ങളിലായി കുന്നംകുളത്ത് നടന്നുവന്നിരുന്ന കിസാൻ ഗോസ്തി 2026 സമാപിച്ചു. മരണാനന്തരമുള്ള നേത്രദാനത്തെയും ശരീരദാനത്തെയും പ്രോത്സാഹിപ്പിക്കാനായി കുന്നംകുളത്ത് വെളിച്ചം നേത്രദാന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. സംഘടനയുടെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ വീട്ടുമുറ്റത്തുനിന്ന് മലമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെ കാലിവളപ്പിൽ ആമിനയുടെ വീട്ടുമുറ്റത്താണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.